ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് മത്തി പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നാളേക്ക് രാവിലെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ തലേ ദിവസം തന്നെ ഇട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിത് കറി വെക്കാനായിട്ട് പോവാണ്. ആദ്യം തന്നെ ചോപ്പറിലോട്ട് 2 തക്കാളി അരിഞ്ഞിടുക. എന്നിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അതും കഴുകിയതിന് ശേഷം അതും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലോട്ട് പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ചോപ്പ് ചെയ്യുക കേട്ടോ. ചോപ്പ് ചെയ്ത് അതിന് ശേഷം നമ്മൾ കറി വയ്ക്കുക. അത് വന്നിട്ട് ഇങ്ങനെ ഞാൻ വെച്ചിട്ടേ ഇല്ല, അത് ആദ്യമായിട്ട് വെച്ചതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ ആ മീനിൽ പിടിച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെയും ചെയ്ത് നോക്കണം. ഇതാ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഉലുവിൻ്റെ ആവശ്യമൊന്നുമില്ല. നേരടിயாக നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടില്ലേ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലോട്ട് ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ അതിൽ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ എരിവേ ഉണ്ടാവും. ഫസ്റ്റ് ദിവസമേ നമ്മൾ അതിട്ട് വെക്കണം. മീനിലോട്ട് ഇട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ആ മീനുണ്ടല്ലോ, ആ മീനുകൾ മുഴുവനായിട്ട് ഇതിലെടുത്തിട്ട് അടുക്കി വെക്കുന്ന മാതിരി വെച്ച് കൊടുക്കുക. മുഴുവനും അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ലേശ പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ പുളിവെള്ളത്തിനും ഉള്ളി, തക്കാളി അതിന് വേണ്ട ഉപ്പ് വേണ്ടേ, അത് ഇട്ട് കൊടുക്കണം. ലേശം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതാ നല്ല മണമായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കരിവേപ്പില, എൻ്റെ അടുത്ത് കരിവേപ്പിൻ്റെ ഇല ഇല്ല, ഒരു 2-3 ഇല ഉണ്ടായിരുന്നുള്ളൂ, അതിന് മാത്രം ഇട്ട് കൊടുത്തു കേട്ടോ. ഇഡ്ഡലി, ദോശ പിന്നെ ചോറ്റിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കുറച്ച് ഒഴിച്ചിട്ട് പെരഞ്ഞ് കഴിക്കില്ലേ നമ്മൾ, കുഴച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.